വിനായകൻ ജാതിയിൽ പട്ടികജാതിയോ പട്ടിക വിഭാഗക്കാരനോ ആയിരിക്കാം. പക്ഷേ സിനിമാ രംഗത്ത് നോക്കുകയാണെങ്കിൽ വിനായകൻ ഒരു കാലിബറുള്ള നല്ല ടാലൻ്റുള്ള നടനാണ്. ധാരാളം ആരാധകരുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ സാക്ഷാൽ രജനീകാന്ത് പോലും പ്രകീർത്തിച്ചിട്ട് ഉള്ളതുമാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. സാധാരണ ഗുണ്ടാവേഷങ്ങളിൽ വന്ന് ക്യാരക്ടർ റോൾ ചെയ്യുന്നു. ഇപ്പോൾ മമ്മൂട്ടി പ്രതിനായകനും വിനായകൻ നായകനുമായ സിനിമ വരെ എത്തി നിൽക്കുന്നു വിനായകൻ്റെ ചലച്ചിത്ര ജീവിത നേട്ടങ്ങൾ. പക്ഷേ വിനായകൻ ജീവിതത്തിൽ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് ഒരു പരിസമാപ്തി വേണ്ടേ എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങി. എന്തു പറഞ്ഞാലും വിനായകൻ ഉടനെ ജാതിയെ കൂട്ടുപിടിക്കും. അദ്ദേഹം പുലയനാണെന്നും പുലഭ്യം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വീട്ടുകാർ പുലയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തെ പറയുന്നതാണെന്നും ഒക്കെ വ്യാഖ്യാനിച്ചിട്ട് അത് ആധുനിക കവിതയാണെന്ന് പറഞ്ഞ് വെച്ചേക്കാം. പക്ഷേ അപർണ എന്ന മാധ്യമപ്രവർത്തകയെ ഇങ്ങനെ കടന്ന് ആക്രമിക്കാൻ, ഇങ്ങനെ ശബ്ദ സന്ദേശം മറ്റൊരു മുതിർന്ന മാധ്യമപ്രവർത്തകന് അയച്ചു കൊടുത്തിട്ട് അതിൽ ഊറ്റം കൊള്ളാൻ കാണിക്കുന്ന തെമ്മാടി തരത്തിന് നല്ല അടി പോലീസ് നൽകണം എന്ന് പറയുകയാണ് ഞാൻ. നല്ല അടിയാണ് ഇതിനുള്ള ഔഷധം. അല്ലെങ്കിൽ ഇയാളുടെ തലയ്ക്ക് നെല്ലിക്ക തളം വയ്ക്കണം, അല്ലെങ്കിൽ ഇയാളെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കണം, ചികിത്സിക്കണം. അയൽക്കാരനെ ഉടുമുണ്ട് പറിച്ചു കാണിക്കുക, പോയി ബഹളം വയ്ക്കുക, പാവം കടക്കാരനെ തെറി പറയുക, എന്നിട്ട് നാട് നീളെ ആളുകളെ അസഭ്യം പറയുക, എന്തിന് ഗാനഗന്ധർവൻ യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും തെറി വിളിക്കുക. അവരൊക്കെ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് നല്ല ഭാഷയിൽ കൃത്യം കാര്യങ്ങൾ പറഞ്ഞ് പോകുന്ന വ്യക്തികളാണ്. സിനിമ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന് വിമർശനമുണ്ടായി. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. അതിനെ അങ്ങനെ തള്ളിക്കളയണം, അങ്ങനെ കളയുക. അതിനെ ആ നിലയ്ക്ക് എടുക്കാതെ അതിന് ആ വ്യക്തിയെ അധിക്ഷേപിച്ച് ഇയാളുടെ ജാതി വലിയ മഹത്വമുള്ള ജാതിയാണെന്ന് പ്രകീർത്തിക്കാൻ എന്തിനും ജാതിക്കാരുടെ ഉയർത്തി കാണിച്ച് വായിൽ തോന്നുന്ന തോന്നിവാസങ്ങൾ പറയുക. ഞാൻ അപർണയെക്കുറിച്ച് വിനായകൻ പറഞ്ഞ ഒരു ശബ്ദ സംഭാഷണത്തിൽ എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ തോന്നുന്ന ചില കാര്യങ്ങൾ കേൾപ്പിക്കാം. കുറേ സ്ഥലത്ത് പഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത്ര മോശം പ്രയോഗമാണ് വിനായകൻ പറയുന്നത്. ഇത് കേട്ടാൽ അപർണയ്ക്ക് ഒരു സഹോദരനുണ്ടെങ്കിൽ ഇവനെ എന്തു ചെയ്യും? ഇവന്റെ ചവിട്ടി ഇവന്റെ ആപ്പീസ് പൂട്ടിക്കും. ഈ ശബ്ദം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. റെഡിയാ പറഞ്ഞേ, ഞാൻ ഇന്ന് റെഡിയാണ്. നിന്നെ കുറുപ്പല്ല നിന്റെ തന്ത, നിന്റെ തന്ത. എനിക്ക് നിന്നോട് പ്രണയം തോന്നി. ഇരിപ്പിക്കുന്ന കെട്ടി നീ എൻ്റെ കൂടെ വരോ എൻ്റെ മോളെ? എടി അപർണേ, ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു. എടി എന്ന് ഞാൻ വിളിക്കുന്നു. മനസ്സിലായടാ? കേട്ടല്ലോ. നിങ്ങളുടെ സഹോദരിയെയാണ് ഇങ്ങനെ ഒരുത്തൻ, സിനിമാക്കാരനോ ഏത് കൊമ്പത്തുള്ള ഒരുത്തനാണെങ്കിലും ഇങ്ങനെ വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചവിട്ടി അവൻ്റെ അണ്ടം കീറി വെക്കും, ഇല്ലേ? അവൻ്റെ പരിപ്പിളക്കുമെന്ന് പറയില്ലേ? അതുപോലെ ചെയ്തേനെ നിങ്ങൾ. ഇതൊരു മാധ്യമപ്രവർത്തകയായതുകൊണ്ട് ആ ലെവലിൽ നിൽക്കുന്നു. പോലീസ് ഇവനെ പിടിച്ചു നിർത്തിയാൽ ഇവൻ പറയുന്നത് എന്താണ്? ആധുനിക കവിതയാണ് പോലും ഇവൻ എഴുതിയത്. കണ്ട ആളുകളെയൊക്കെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് ഇവൻ പറയുന്നത് ആധുനിക കവിത എന്നാണ്. ഇവന്റെ തലയ്ക്ക് വേറെ എന്തെങ്കിലും ബോധ എന്ന് പറഞ്ഞാൽ ഈ ലഹരി കയറ്റിക്കഴിഞ്ഞാൽ ഇവന് വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ടുപോലെ എഴുതി വച്ചിട്ട് ഇവൻ ചെയ്തത് എന്താണ്? മറുനാടൻ മലയാളിയുടെ ഉടമസ്ഥനായ ശ്രീ ഷാജൻ സ്കറിയ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്, സത്യസന്ധനായ മാധ്യമപ്രവർത്തകനാണ്, ധാരാളം ആരാധകരുള്ള മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തോട് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോയി ചീത്ത പറയണം. PV അൻവറൊക്കെ കാണിച്ചതുപോലെ അദ്ദേഹത്തോട് എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ തെറി പറയുകയോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയോ എന്തെങ്കിലും ചെയ്യുക. അദ്ദേഹത്തിന്റെ 16 വയസ്സുള്ള മകൾ എന്ത് പിഴച്ചു? അദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് പിഴച്ചു? ആ പെൺകുട്ടിയെയും അമ്മയെയും എന്തിനാണ് ഇയാൾ അസഭ്യം പറയുന്നത്? അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഷാജൻ സ്കറിയയുടെ കുടുംബത്തിലിരിക്കുന്നവരെ തെറി വിളിക്കാൻ വിനായകന് എന്താണ് ഇതുള്ളത്, അർഹതയുള്ളത്? ഷാജൻ സ്കറിയെ വിളിച്ച് തെറി കേട്ട് നോക്കണം. കറക്റ്റാണ് ഷാജ, അത് കറക്റ്റാണ്. പക്ഷെ നിങ്ങളൊക്കെ നന്മ നിറഞ്ഞ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് ഷാജനെ എത്തി വന്നതാണ്. അവക്കല്ല തന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, പറയാൻ മറന്നായി. തന്റെ അവക്ക് മാത്രമല്ല, ഈ ലോകത്തിലെ നിറം നിറഞ്ഞ തന്റെ അവക്കും ഞാൻ കൊടുക്കും. ഓക്കെ, നാളെ തന്നെ കൊടുക്കും, പുറത്തു വരും. ഓക്കെ ഷാജ, നല്ലോണം പത്രപ്രവർത്തനം ചെയ്ത് ജീവിക്ക്. ഓക്കെ, തന്റെ ഭാര്യയും തന്റെ മകളും ഒരുവിധം ഇതുവരെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ ഷാജ, നാളെ എന്തായാലും തന്റെ മകക്കിട്ട് ഞാൻ കൊടുക്കും. ഓക്കെ, ഇങ്ങനെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ അധിക്ഷേപിക്കുക,
അപർണ ഗ്രൂപ്പ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയെ വളരെ മോശം ഭാഷയിൽ അധിക്ഷേപിക്കുക, എന്നിട്ട് ഇതിന്റെ ഓഡിയോ ക്ലിപ്പ് പല ആളുകൾക്ക് അയച്ചു കൊടുക്കുക, എന്നിട്ട് അതിൽ ഊറ്റം കൊള്ളുക, കോൾമയിർ കൊള്ളുക. ഇത് നല്ല അടി കിട്ടാത്തതിന്റെ കുറവാണ്. വിനായകൻ നല്ല കടയിൽ കയറി ചായ കുടിച്ചിട്ടില്ല. ഇനി വിനായകനെ സംരക്ഷിക്കുന്ന സി പി എം എന്ന് പറയുന്നുണ്ടല്ലോ, സി പി എം ഒന്നും ഇവനെ ഒന്നും സംരക്ഷിക്കുന്നില്ല. സി പി എം ഇവനോടൊക്കെ പുച്ഛമാണുള്ളത്. സി പി എം എന്ന് പറയുന്നത് ചെങ്കൊടി പിടിക്കുന്ന എല്ലാ ആളുകളും സി പി എം ആണ്. അതേ കൊടിത്തണലിൽ തന്നെയാണ് ഞങ്ങളൊക്കെയും പഠിച്ച് വളർന്നു വന്നത്. ഞങ്ങളൊക്കെ പറയുന്നു, ഇവനെ പോലുള്ള മൂന്നാംകിട തീരെ നിലവാരം കുറഞ്ഞ തറകളെ സി പി എം ഒരിക്കലും പിന്തുണയ്ക്കില്ല. ഇവൻ ഈ ജാതി കാർഡ് ഇറക്കി കളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇലക്ഷന് തലയിൽ തോർത്ത് കെട്ടി പ്രചരണത്തിന് ഇറങ്ങിയത് കൊണ്ടോ ഇവൻ സി പി എം ആകണമെന്നോ കമ്മ്യൂണിസ്റ്റ് ആകണമെന്നോ ഇല്ല. ഇവനൊരു പെരുങ്കള്ളനാണ്, സമൂഹത്തിന് നാശം വിതയ്ക്കുന്ന പെരുങ്കള്ളൻ. ഇവനെ തുറുങ്കിലടച്ചില്ലെങ്കിൽ ഇവനെ ആരെങ്കിലും കൈകാര്യം ചെയ്ത് നശിപ്പിച്ചു കളയും എന്നതിൽ ഒരു തർക്കവുമില്ല.